ഇന്ത്യയിൽ ലഭ്യമാവുന്ന സ്മാർട്ട് ടി വി ബ്രാൻഡുകളിൽ ഏറ്റവും വിലക്കുറവുള്ളതും എന്നാൽ ബ്രാൻഡഡ് ടി വിയുടെ എല്ലാ ഫീച്ചേഴ്സുമുള്ള ഒരു 32 ഇഞ്ച് ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വേർഷനും ഫുൾ HD റെസൊല്യൂഷനിൽ ഉള്ള ഡിസ്പ്ലേയും അതുപോലെ തന്നെ നല്ല മികച്ച ഓഡിയോ ക്വാളിറ്റിയും നൽകുന്ന ഈ സ്മാർട്ട് ടി വിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ടി വിയുടെ ഫുൾ സ്പെക്കും സ്പെസിഫിക്കേഷനും പ്രൈസും അതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ മുഴുവനായി കാണുക. ഇന്ത്യൻ ടി വി നിർമ്മാതാക്കളായ സായി ദുശാസ ഗ്രൂപ്പാണ് ഈ ടി വി നിർമ്മിച്ച് വിപണിയിൽ ഇറക്കുന്നത്. 17 ഇഞ്ച് മുതൽ 85 ഇഞ്ച് സൈസ് വരെയുള്ള ടി വികൾ ഈ ബ്രാൻഡിൽ നിന്നും ലഭ്യമാണ്. വിലക്കുറവും ബെറ്റർ വാറണ്ടിയും തന്നെയാണ് നമ്മളെ ഈ ബ്രാൻഡിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നത്. ഈ സ്പെക്കിലുള്ള മറ്റ് ബ്രാൻഡഡ് ടി വികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാര്യമായ വ്യത്യാസമൊന്നും എനിക്കും തോന്നിയില്ല. ടി വിയുടെ ഓവറോൾ വ്യൂ ഒന്ന് നോക്കാം. നല്ല റിജിഡായിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് വലുതായി തോന്നാത്ത ബെസിൽസ്, അതായത് ഫ്രെയിമാണ് ഇതിൽ വരുന്നത്. ബെസിൽലെസ് ടി വിയും ഇവർ നിർമ്മിക്കുന്നുണ്ട്. പിൻഭാഗത്താണ് ഇതിൻ്റെ സ്പീക്കർ സെറ്റ് ചെയ്തിരിക്കുന്നത്. 30 വാട്ട് സൗണ്ട് ഔട്ട്പുട്ട് നൽകാൻ ശേഷിയില്ല ഒരു മിനി സൗണ്ട് ബാറും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി സൗണ്ട് മോഡുകൾക്കൊപ്പം സാമാന്യം തെറ്റില്ലാത്ത ഒരു ഓഡിയോ ഔട്ട്പുട്ട് ഇതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ കണക്ടിവിറ്റിയും പോർട്ടുകളും ഒന്ന് നോക്കാം. ഇവിടെ താഴെയായി ഒരു ലാൻ പോർട്ടും ഒരു HDMI പോർട്ടും ഒരു AV ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡിലായി USB പോർട്ടുകളും രണ്ടാമത്തെ AV ഇൻപുട്ടുകളും ഒരു ഇയർഫോൺ ജാക്കും നൽകിയിരിക്കുന്നു. ഇവിടെ വലതുവശത്ത് പുറകിലായി മാനുവൽ കൺട്രോൾ സ്വിച്ചുകളും നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഇതിൻ്റെ റിമോട്ട് താഴെ വീണോ മറ്റോ ഡാമേജ് ആയാൽ ഈ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ടി വിയെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി വീഡിയോയിലേക്ക് വന്നാൽ 32 ഇഞ്ചിൻ്റെ 1080p ഫുൾ HD അൾട്രാ തിൻ LED പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ബ്രൈറ്റ്നെസ്സോട് കൂടി ക്രിസ്റ്റൽ ക്ലിയർ വീഡിയോ ക്വാളിറ്റിയാണ് ഇത് നൽകുന്നത്. കൂടാതെ സൈഡിൽ നിന്നുള്ള കാഴ്ചയ്ക്കും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ആൻഡ്രോയിഡ് 9 വേർഷനാണ് ഇതിൽ വരുന്നത്. 1 GB റാമും 8 GB ഇൻറ്റേർണൽ മെമ്മറിയും ഇതിൽ നൽകിയിരിക്കുന്നു. 8 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ആപ്ലിക്കേഷനുകൾ നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. മറ്റ് ടി വികളെ പോലെ ഇൻബിൽറ്റായി യൂട്യൂബ്, ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം മുതലായ OTT ആപ്ലിക്കേഷനുകളും ഇതിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റൈലിഷായ ഒരു റിമോട്ടാണ് ഇതിനോടൊപ്പം വരുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റി ഈ റിമോട്ടിലും കാണാൻ കഴിയും. യൂട്യൂബിനും നെറ്റ്ഫ്ലിക്സിനും പ്രത്യേകം ഹോട്ട് കീസും റിമോട്ടിൽ നൽകിയിട്ടുണ്ട്. ഒരു നല്ല യൂസർ ഇൻ്റർഫേസാണ് ഇതിൽ വരുന്നത്. വളരെ സ്മൂത്തായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കണക്ടിവിറ്റിയും എല്ലാം നല്ല ഫാസ്റ്റായി നടക്കുന്നുണ്ട്. ഇതൊരു 4K ടി വി അല്ല, എന്നാലും 4K കണ്ടൻറ്റുകൾ ഇതിൽ 1080p പിക്സലിൽ ആസ്വദിക്കാൻ സാധിക്കും. സിക്സ് മന്ത് ഫുൾ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും 3 വർഷം വരെ ടെക്നിക്കൽ സർവീസ് വാറണ്ടിയുമാണ് കമ്പനി ഈ പ്രോഡക്റ്റിന് നൽകുന്നത്. മറ്റ് കമ്പനികൾ 1 വർഷവും 2 വർഷവും ഒക്കെ വാറണ്ടി കൊടുക്കുമ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ടി വിക്ക് 3 വർഷം വാറണ്ടി ലഭിക്കുന്നുണ്ട് എന്നത് വളരെ വലിയ കാര്യം തന്നെയാണ്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും എനിക്കും പറയാനില്ല. ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു ആവറേജ് സ്മാർട്ട് ടി വി തന്നെയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കിയാൽ കമ്പനി സ്റ്റോറിൽ നിന്നും 8170 രൂപയ്ക്ക് ഈ പ്രോഡക്റ്റ് ലഭ്യമാണ്. കൊറിയറായി ലഭിക്കണമെങ്കിൽ പാക്കിൽ അഡീഷണലായി നൽകുന്ന സ്ക്രീൻ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള പ്ലൈവുഡിൻ്റെ വിലയായ 200 രൂപ അടക്കം
8370 രൂപയാണ് വരുന്നത്. കൊറിയർ ചാർജ് ഇതിന് പുറമേ നമ്മൾ നൽകേണ്ടി വരും. ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു സ്മാർട്ട് ടി വി ഈ പ്രൈസ് റേഞ്ചിൽ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ പ്രോഡക്റ്റ് വാങ്ങുന്നതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.